അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ്സാലിഹീൻ ക്ലാസ് 59. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 59ാമത്തെ ക്ലാസ് ആണ്. ബാബുദ്ദലാലത്തി അലാ ഖൈരിൻ വദ്ദുആ ഇലാ ഹുദാ ഔ ദലാല. നന്മയുടെ മേൽ അറിയിക്കുക, അതുപോലെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുക, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുക, അതിനെക്കുറിച്ചൊക്കെ പറയുന്ന അധ്യായമാണ്. ഖാല അല്ലാഹു തആല വദ്ഉ ഇലാ റബ്ബിക. വദ്ഉ നിങ്ങൾ ക്ഷണിക്കുക, ഇലാ റബ്ബിക നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ ക്ഷണിക്കുക. മറ്റൊരായത്തിൽ കാണാം ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങളുടെ നാഥന്റെ പാതയിലേക്ക് സതുപദേശങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും നീ ക്ഷണിക്കുക. സതുപദേശത്തിലൂടെ, തന്ത്രത്തിലൂടെ ക്ഷണിക്കണം. മറ്റൊരായത്തിൽ കാണാം വതആവനു അലൽ ബിർരി വത്തഖ്വാ. വതആവനു നിങ്ങൾ പരസ്പരം സഹായിക്കുവീൻ, അലൽ ബിർരി വത്തഖ്വാ നന്മ പ്രവർത്തിക്കുവാനും ഭക്തിയുള്ളവരാകുവാനും നിങ്ങൾ പരസ്പരം സഹായിക്കണം. മറ്റൊരായത്തിൽ കാണാം വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവട്ടെ. നന്മയിലേക്ക് ക്ഷണിക്കുന്നതായ ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവട്ടെ. ഇനി അല്പം ഹദീസുകൾ. അൻ അബി മസ്ഊദിൻ ഉഖബത്ത് ബിൻ അംറിനിൽ അൻസാരി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഉഖബത്ത് ബിൻ അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഇദ്ദേഹം അൻസാരിയാണ്, ബദറിൽ പങ്കെടുത്ത ബദരിയുമാണ്. ഖാല അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി. മൻ ദല്ല അലാ ഖൈരിൻ വല്ലവനും നന്മ അറിയിച്ചു കൊടുത്താൽ, ഫലഹു മിസ്ലു അജ്രി ഫായിലിഹി അത് പ്രവർത്തിക്കുന്നവന് തുല്യമായ പ്രതിഫലം അവനുണ്ട്. നല്ലത് അറിയിച്ചു കൊടുക്കുന്ന ആൾക്ക് അത് പ്രവർത്തിക്കുന്നവന് തുല്യമായ പ്രതിഫലമുണ്ട്. ഒരാൾ ഒരു നന്മ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്തു, അയാൾ അത് പ്രവർത്തിച്ചാൽ അതിൻ്റെ തുല്യമായ പ്രതിഫലം അറിയിച്ചു കൊടുത്ത ആൾക്കും ലഭിക്കും. റവാഹു മുസ്ലിം. വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ദആ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ. വല്ലവനും സന്മാർഗത്തിലേക്ക് ക്ഷണിച്ച്, അതായത് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതായ ഒരാള് അവനെ പിന്തുടരുന്നവർക്ക് ലഭിക്കുന്നതിന് സമാനമായ പ്രതിഫലം ഇയാൾക്കുണ്ട്. പക്ഷേ അവരുടെ കൂലിയിൽ ഒരു കുറവും വരികയില്ല. മൻ ദആ ഇലാ ഹുദൻ ഒരാൾ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു, കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു അതിനോട് പിൻപറ്റുന്നതായ ആളുകൾ ആരൊക്കെയുണ്ടോ അവർക്ക് സമാനമായ പ്രതിഫലം ഇയാൾക്കും കിട്ടും. പക്ഷേ ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ അവരുടെ കൂലിയിൽ നിന്ന് ഒരു കുറവും വരികയില്ല. ഇനി വമൻ ദആ ഇലാ ദലാലത്തിൻ കാന അലൈഹി മിനൽ ഇസ്മി മിസ്ലു ആസാമി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിന്തുടരുന്നവരുടേതിന് സമാനമായ പാപമുണ്ട്. ഒരാൾ ഒരു തിന്മ ചെയ്തു, അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കുറ്റം ഇയാൾക്ക് കിട്ടും. പക്ഷേ അവരുടെ പാപത്തിൽ വല്ലതും കുറയോ? അതുമില്ല. അപ്പം അവർക്കും ശിക്ഷ ലഭിക്കും, ഇത് അറിയിച്ചു കൊടുത്ത ആൾക്കും ശിക്ഷ ലഭിക്കും. അള്ളാഹു നാം ഏവരെയും നന്മ അറിയിക്കുന്ന ആളുകളിൽ, നന്മ പഠിപ്പിക്കുന്ന ആളുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ നന്മ അറിയിച്ചു കൊടുത്താൽ ആരെല്ലാം അത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ എല്ലാം പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അൻ അബിൽ അബ്ബാസി സഹ്ൽ ഇബ്നു സഅദിന് സായിദി. ബഹുമാനപ്പെട്ട സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യൗമ ഖൈബറ. ഖൈബർ യുദ്ധ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ല ഉഅ്തിയന്ന റായത ഗദൻ റജുലൻ യഫ്തഹുല്ലാഹു അലാ യദൈഹി യുഹിബ്ബുല്ലാഹ വറസൂലഹു യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു.
ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ല ഉഅ്തിയന്ന റായത ഗദൻ, നാളെ ഈ പതാക ഞാൻ ഒരാളെ ഏൽപ്പിക്കും. ഗദൻ റജുലൻ, ഒരു റജുലിനെ ഞാൻ ഏൽപ്പിക്കും. യഫ്തഹുല്ലാഹു അലാ യദൈഹി, അയാൾ മുഖേനയായിരിക്കും അള്ളാഹു നമ്മെ വിജയിപ്പിക്കുക. എങ്ങനത്തെ ആളാണ് അദ്ദേഹം? യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. വ യുഹിബ്ബുഹുല്ലാഹു വ റസൂലുഹു, അള്ളാഹുവും റസൂലും അദ്ദേഹത്തെയും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് നാളെ ഞാൻ പതാക കൈമാറും, പതാക ഏൽപ്പിക്കും. അയാൾ മുഖേനയായിരിക്കും അള്ളാഹു നമ്മെ വിജയിപ്പിക്കുക എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൈബർ ദിവസത്തിൽ പ്രസ്താവിച്ചു. ഫബാതന്നാസു യദൂഖൂന ലൈലതഹും അയ്യുഹും യുൾതാഹ, ആരുടെ കയ്യിലാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പതാക കൊടുക്കുക എന്നതിനെ പറ്റിയായിരുന്നു ആ രാത്രിയിൽ ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, ആർക്കാ നാളെ അത് കൊടുക്കുക എന്നുള്ള വിഷയത്തിലായിരുന്നു. ഫലമ്മാ അസ്ബഹ അന്നാസു ഗദൗ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യർജു അൻ യുൾതാഹ, തനിക്കത് കിട്ടിയെങ്കിൽ എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു, തനിക്കത് കിട്ടി. എന്താ കാരണം? നേതാവാകുക എന്നുള്ള നിലക്കല്ല, നേരെ മറിച്ച് അയാൾ മുഖേനയാണല്ലോ ഇസ്ലാമിന് ഫതഹ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. അതുപോലെ അദ്ദേഹം അള്ളാഹിനെയും റസൂലിനെയും പ്രിയം വെക്കുന്നു, അള്ളാഹും റസൂലും അവരെയും പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞ അത്രയും പ്രധാനപ്പെട്ട ആളാണല്ലോ. അപ്പൊ എല്ലാവരും തനിക്കത് കിട്ടിയേക്കുമെന്ന പ്രത്യാശയോടെ രാവിലെ തന്നെ എല്ലാവരും ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഐന അലി ഇബ്നു അബീ ത്വാലിബ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എവിടെ? ഫഖീല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെട്ടു, യാ റസൂലല്ലാഹ് ഹുവ യസ്തക്കി ഐനൈഹി, അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് രോഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഫർസിലു ഇലൈഹി, അലി ഇബ്നു അബീ താലിബിലേക്ക് അദ്ദേഹത്തെ ആളെ അയച്ചു വരുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. അങ്ങനെ ഉതിയ ബിഹി, അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഫബസഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഐനൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അലിയാര് തങ്ങളുടെ കണ്ണിൽ തന്റെ ഉമിനീര് പുരട്ടിക്കൊടുത്തു. വദഅ ലഹു, ബഹുമാനപ്പെട്ട അലിയാര് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. അപ്പൊ അലിയാര് തങ്ങൾക്ക് കണ്ണിന് സുഖമില്ലാതെ വീട്ടിലാണ്, കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങോട്ട് വന്ന സമയത്ത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫബറഅ ഹത്താ കഅല്ലം യകുൻ ബിഹി വജഉൻ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീര് പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ കണ്ണിന് യാതൊരു അസുഖവും ബാധിച്ചിട്ടില്ലാത്ത വിധം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ അസുഖം ഭേദമായ അലിയാര് തങ്ങളുടെ. അങ്ങനെ ഫഅഅതാഹു റായ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതാക അദ്ദേഹത്തിന് കൈമാറി. ഫഖാല അലി റളിയല്ലാഹു അൻഹു, അപ്പൊ അലിയാര് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഉഖാതിലുഹും ഹത്താ യകൂനു മിസ്ലനാ, അള്ളാഹുവിന്റെ റസൂലെ, അവരും നമ്മെപ്പോലെയാകുന്നത് വരെയല്ലേ അവരോട് യുദ്ധം ചെയ്യേണ്ടത്? ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉൻഫുദ് അലാ റിസ്ലിക, നിങ്ങൾ സാവകാശം സഞ്ചരിക്കുക, ഹത്താ യൻസില ബിസാഹത്തിഹിം, അവരുടെ അങ്കണത്തിൽ ചെന്നിറങ്ങുന്നത് വരെ. അങ്ങനെ അവരുടെ അങ്കണത്തിൽ, അവരുടെ ഗ്രൗണ്ടിൽ ചെന്നെത്തിയാൽ സുമ്മദുഉഹും ഇലൽ ഇസ്ലാം, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അപ്പൊ സാവകാശം സഞ്ചരിക്കുക, അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. വഅഖ്ബിർഹും ബിമാ യജിബു അലൈഹിം ബിമാ യജിബു മിൻ ഹഖില്ലാഹി തആല ഫീഹി, അവർക്ക് ഇസ്ലാമിൽ നിർബന്ധമായ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ വിവരിച്ചു കൊടുക്കുക. അവർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതകളൊക്കെ നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക. വഅഖ്ബർഹും ബിമാ യജിബു മിൻ ഹഖില്ലാഹി തആല ഫീഹി, അവർക്ക് ഇസ്ലാമിൽ നിർബന്ധമായ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ വിവരിച്ചു കൊടുക്കുക. ഫവല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിൻ ഹുമരിൻ നഅമി, നിങ്ങൾ മുഖേന ഒരാളെ അള്ളാഹുവിന്റെ നേർമാർഗത്തിലേക്ക്, സന്മാർഗത്തിൽ എത്തിക്കുന്നത്
ഖൈറുൽ ലക മിൻ ഹുമരിൻ നഅമി, ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്. അതായത് അമൂല്യമായ ഒട്ടകങ്ങളാണ് ചുവന്ന ഒട്ടകങ്ങൾ. ആ ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് അള്ളാഹുവിന്റെ ദീനിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവരിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾ മുഖേന എത്തിപ്പെടുക എന്നത്. അതുകൊണ്ട് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. മുത്തഫഖുൻ അലൈഹി, ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു, അറബ് റസൂൽ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അന്ന ഫത്തൻ മിൻ അസ്ലമ, അസ്ലം ഗോത്രക്കാരനായ ഒരാള്, ഖാല അദ്ദേഹം പറയുകയാണ്, അസ്ലം ഗോത്രത്തിൽപ്പെട്ടതായ ഒരാള്, അന്ന ഫത്തൻ മിൻ അസ്ലമ, അസ്ലം ഗോത്രത്തിൽപ്പെട്ടതായ ഒരാള്, ഖാല അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നി ഉരീദുൽ ഖസ്വ, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം, എനിക്ക് യുദ്ധത്തിൽ കൂടെ പോകണം എന്നുണ്ട്. പക്ഷേ വലൈസ മഈ മാ അതജഹ്ഹസു ബിഹി, പക്ഷേ യുദ്ധത്തിന് വേണ്ടതായ സജ്ജീകരണങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം എന്ന് വല്ലാത്ത താല്പര്യമുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല. അപ്പൊ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിനോട്, ഇതി ഫുലാനൻ ഫഇന്നഹു ഖദ് കാനത് തജഹസ ഫമരിള, ഇന്നാലിന്ന ആളുടെ അടുത്ത് പോവുക. അയാൾ യുദ്ധത്തിനൊക്കെ വേണ്ടി തയ്യാറെടുത്തതായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹം രോഗത്തിലാണ്. അങ്ങനെ അതുകൊണ്ട് അയാളെ അടുത്തേക്ക് പോയിക്കോ, നീ അയാളെ സമീപിക്കുക. അങ്ങനെ ഫാത്താഹു, ഉടനെ അദ്ദേഹം അയാളെ സമീപിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്രിയുക സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വയഖൂലു അഅതിനി അല്ലദീ തജഹസ്ത ബിഹി, നിങ്ങൾ യുദ്ധത്തിന് സജ്ജീകരിച്ച് വെച്ചതായ സാധനങ്ങൾ എനിക്ക് തരാൻ വേണ്ടി ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഈ വ്യക്തി ആ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പിന്നീട് രോഗിയായ വ്യക്തിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, യാ ഫുലാന, ഭാര്യയോട് പറയുകയെ, ഭാര്യയെ വിളിച്ചു, അഅതീഹില്ലദീ തജഹസ്തു ബിഹി, ഞാൻ യുദ്ധത്തിന് വേണ്ടി ഒരുക്കി വെച്ചതായ സജ്ജീകരണങ്ങൾ ഉണ്ടല്ലോ, യുദ്ധ സജ്ജീകരണങ്ങൾ, അതൊക്കെ ഇയാൾക്ക് നൽകുക. വലാ തഹ്ബിസി മിൻഹു ഷൈഅൻ, അതിലൊന്നുപോലും തടഞ്ഞു വെക്കാൻ പാടില്ല. ഫവല്ലാഹി ലാ തഹ്ബിസീന മിൻഹു ഷൈഅൻ ഫയുബാറക ലക ഫീഹി, അതിലൊന്നും താക്കേണ്ടിയില്ല, തടഞ്ഞു വെക്കേണ്ടതില്ല, എന്നാൽ അതിൽ നിങ്ങൾക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യും. അപ്പം ഇവിടെ യുദ്ധത്തിന് വേണ്ടി പോകാൻ ആഗ്രഹമുണ്ട്, ഒന്നും കയ്യിലില്ല, പക്ഷെ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിയതായ വ്യക്തി രോഗിയായിപ്പോയി. അപ്പൊ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഒരുക്കി വെച്ചതായ സാമഗ്രികളെല്ലാം ഇദ്ദേഹത്തിന് നൽകുകയാണ്. അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പം ഇവിടെ ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു നന്മയുടെ മേൽ അറിയിക്കുക, അതുപോലെ നന്മയിലേക്ക് ക്ഷണിക്കുക, തിന്മയിലേക്ക് ക്ഷണിക്കുക, ഇതിനെക്കുറിച്ചൊക്കെയാണ്. അപ്പൊ നന്മയിലേക്ക് ഒരാളെ ക്ഷണിച്ചാൽ ആ നന്മ, അതായത് നന്മ ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് നാം പ്രേരണയായി കഴിഞ്ഞാൽ അത് മുഖേന ആരെല്ലാം നന്മ ചെയ്യുന്നു അതിൻ്റെ ഒക്കെ പ്രതിഫലം നമുക്കുണ്ടാകും. ഇനി നാം കാരണമായിട്ട് ആരെങ്കിലും ഒരു തിന്മ ചെയ്താൽ ആ തിന്മയുടെ കുറ്റവും നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വഴികാട്ടികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.